വളർന്ന് ഒരു വ്യക്തി രൂപത്തിലെത്തി അവൻ്റെ പരിണാമത്തിൻ്റെ ഉന്നത നിലയിലെത്തി അവിടുന്ന് മുന്നോട്ട് കയറി പോകണം എന്നുള്ളതാണ്. അതേമാതിരി ഈ 5 വയസ്സായ ബാലികയെ കൊണ്ടുവന്ന് തൻ്റെ ഭാര്യാപദം അലങ്കരിക്കാനായിട്ട് ശ്രീരാമകൃഷ്ണൻ നിശ്ചയിച്ച സമയത്ത് അവതാരവരിഷ്ഠനായ ശ്രീരാമകൃഷ്ണൻ്റെ മനസ്സിലും എന്തെല്ലാമായിരിക്കും ആ വളർച്ചയെ പറ്റിയിട്ടുള്ള ചിന്തകൾ. ആ ചിന്തകളെ ആണ് നമുക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കിയെടുക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ബോധങ്ങളും നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരിക്കൽ ശ്രീ ശാരദാദേവിയെ പറ്റിയിട്ട് എന്താ പറയേണ്ടത് ഇതേമാതിരി ഒരു പ്രസംഗത്തിന് പെട്ടെന്ന് വിളിച്ചപ്പോൾ, അപ്പോൾ അമ്മയുടെ ഒരു ഉൾക്കാഴ്ചയിൽ അമ്മ പറഞ്ഞു, ലളിതാ സഹസ്രനാമത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ എന്നെ കാണാം. ഓ, അത്ര എളുപ്പമാണോ? ലളിതാ സഹസ്രനാമത്തിൽ അമ്മ ഒഴിച്ചിരിക്കണ്ടോ എന്ന് വിചാരിച്ച് വേഗം ചിന്തിച്ചു. ഇപ്പോൾ ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ ശ്ലോകം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടാണ് ഏകദേശം. ശ്രീമാതാ ശ്രീ മഹാരാജി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്രികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത. വളരെ അർത്ഥഗാംഭീര്യമുള്ള 2 വരികളാണത്. തുടക്കം തന്നെ ശ്രീമാത എന്നാണ് പറയുന്നത്. അതിലേക്ക് നമ്മൾ അവസാനമാണ് വരാൻ പോകുന്നത്. ശ്രീ മഹാരാജി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്രികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത. അമ്മയുടെ ഡ്യൂട്ടി ഏതൊരു ഭാരതീയ സ്ത്രീയുടെയും ഒരു പ്രത്യേക ചുമതലയുണ്ട്. നമ്മൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ മെക്സിക്കോയിലോ വളർന്നേക്കണ ഒരു സ്ത്രീരൂപമല്ല. നമ്മൾ സനാതനധർമ്മം അനേകായിരം വർഷങ്ങളായി നിലനിന്നു വരുന്നതായ ഭാരതഭൂമിയിൽ ഒരു സ്ത്രീയായിട്ട് ഒരു ഭാര്യയായിട്ടുള്ള ചുമതലയോടുകൂടി നമ്മൾ വളരുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന ഒരു പ്രത്യേക കോഡ് ഓഫ് കോണ്ടക്റ്റ് നമ്മളെ ഒരു ചുമതല ഏൽപ്പിക്കുന്നുണ്ട്. വിധി നമ്മൾക്കൊരു ചുമതല ഏൽപ്പിക്കുന്നുണ്ട്. ആ ചുമതലയെ പറ്റി നമ്മൾ ആരും ബോധവതികളോ ബോധവാന്മാരോ അല്ല. എന്താണ് ആ ചുമതല? ആ ചുമതലയാണ് അവസാനത്തെ വാക്കിൽ 1-ാം ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ദേവകാര്യ സമുദ്യത. ദേവകാര്യം ചെയ്യാനായിട്ടുള്ള ഉദ്യമമായിരിക്കണം നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് നേടാനുള്ളത്. എപ്പോഴാണ് നമ്മുടെ ജീവിതം സഫലമാകുന്നത്? ഏതൊരു ചുമതല എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ അത് ഞാൻ വേണ്ട മാതിരി നിർവഹിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം സഫലമാകുന്നത്. അപ്പോൾ എൻ്റെ ജീവിതം സഫലമാകണം എന്നുണ്ടെങ്കിൽ ഞാനൊരു വലിയ പ്രൊഫസറോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ടീച്ചറോ ആകുന്നതിലല്ല. അതൊക്കെ അവിടെ ഇരുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടിയും അതിൻ്റെ ഒരു അന്തർധാരയായിട്ട് ഓരോ സ്ത്രീക്കും നേടിയെടുക്കാനുള്ളത് ഈ ദേവകാര്യമാണ്. എന്താണ് ഈ ദേവകാര്യം? ഭാരതീയ സംസ്കൃതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, ധർമ്മസ്ഥാപനമാണ്. ഭാരതീയ സംസ്കൃതിയുടെ നിലനിൽപ്പ് തന്നെ ഈ ധർമ്മസ്ഥാപനത്തിൽ കൂടിയാണ്. മറ്റുള്ള സംസ്കൃതികളെല്ലാം നശിച്ച് മണ്ണോട് ചേർന്നപ്പോൾ ഭാരതം അതിൻ്റെ സംസ്കൃതിയെ സൂക്ഷിച്ചു വയ്ക്കാൻ അതിനുള്ള കെൽപ്പ് വന്നത് ഈ ധർമ്മസ്ഥാപനത്തിൽ കൂടിയാണ്. അപ്പം ഈ ധർമ്മസ്ഥാപനം ആരാണ് നടത്തേണ്ടത്? സ്ത്രീയും പുരുഷനും ചേർന്ന് തന്നെ നടത്തണം. പക്ഷേ അതിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചുമതല സ്ത്രീക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവളിൽ കൂടിയാണ് പുതിയ പുതിയ
തലമുറകൾ രൂപം കൊള്ളുന്നത്. പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കുന്നത് ഒരു സ്ത്രീയിൽ കൂടിയായ കാരണം അവൾക്ക് ഈ ദേവകാര്യം ചെയ്യാനുള്ള കഴിവും അതിനുള്ള കെൽപ്പും ഉള്ളിൽ നിന്ന് ആന്തരികമായിട്ട് അത് ചെയ്യാനുള്ള കഴിവ്, അത് നിറവേറ്റുന്നതിനായിട്ടുള്ള കെൽപ്പ്, അങ്ങനെ അതാണ് നമ്മൾ മാതൃദേവിയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അവൾ ദേവകാര്യ സമുദ്ധിതയായിത്തീരുന്നത്. മാതൃദേവിയെ പറ്റിയിട്ട് ഞാൻ ഒരിക്കലിങ്ങനെ ഒരു ചെറിയൊരു ശ്ലോകം ചൊല്ലിയപ്പോൾ, ജനനീം ശാരദാം വന്ദേ രാമകൃഷ്ണപ്രിയാനുഗാം സച്ചിത് സുഖസ്വരൂപാം താം ദേവകാര്യ സമുദ്യതാം എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ഉണ്ടാക്കി. അമ്മയിൽ ഞാൻ കാണുന്നത് ശ്രീ പരമേശ്വരിയിലുള്ള അതേ ആ സങ്കല്പത്തെയാണ്, ദേവകാര്യ സമുദ്യത. എത്രയോ പെൺകുട്ടികൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, അവരെ ഒന്നും ശ്രീരാമകൃഷ്ണദേവനെ ഭാര്യയായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭഗവാൻ അറിയാം ഞാൻ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത്, ആ പ്രവൃത്തിയിൽ എൻ്റെ കൂടെ നിന്ന് ഈ ദേവകാര്യം സാധിച്ചെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഈ മുഖർജി കുടുംബത്തിൽ ജനിച്ച ഈ കൊച്ചുകുട്ടിയാണ്. എന്തൊരു മനോഹരമായിട്ടുള്ള ആ വിധിയുടെ വിളയാട്ടമാണ് നമ്മൾ കാണുന്നത്. ഭഗവാന് നല്ല നിശ്ചയം ഉണ്ടായിരിക്കണമല്ലേ. യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നാണല്ലോ ഭഗവാൻ കൽപ്പിച്ചരുളിയിട്ടുള്ളത്. അപ്പോൾ താൻ വന്നത് എന്തിനാണെന്നുള്ളത് ഭഗവാന് നല്ലപോലെ അറിയാം. അപ്പം ഈ തൻ്റെ കൂടെ നിൽക്കാനുള്ള സ്ത്രീ തൻ്റെ സഹധർമ്മിണിയായിട്ട് തൻ്റെ ഒപ്പം ധർമ്മകാര്യം ചെയ്യാൻ വന്നിരിക്കുന്നത് ആരാവട്ടെ അതിന് തക്കതായിട്ടുള്ള ത്രാണി ഉള്ളതാവണം. എന്നാൽ അതിനുള്ള ത്രാണി സാധാരണ ഒരു വിദ്യാഭ്യാസം കൊണ്ടോ ജന്മം കൊണ്ടോ വളർച്ച കൊണ്ടോ ഒന്നും നേടിയെടുക്കാവുന്നതല്ല. എനിക്ക് ആ ഫ്രഷായിട്ടുള്ള ആ ഒരു ഇതിനെ കിട്ടിയാലല്ലേ, ഒരു കളിമണ്ണ് വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളുടെ കയ്യിൽ ഒരു വിഗ്രഹം ഉടച്ചതിൻ്റെ മണ്ണ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. തനിക്ക് തന്നെ കുഴച്ചെടുക്കാവുന്ന മാതിരിയുള്ള ആ കളിമണ്ണ് കിട്ടണ എനിക്ക്. അഭിപ്രായങ്ങളും സ്വാഭിപ്രായങ്ങളും സ്വന്തം നിലകളും ഒക്കെ കുത്തി 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 നിറച്ചിട്ടുള്ളൊരു പെൺകുട്ടീൻ്റെ അടുത്ത് വന്നാൽ ഭഗവാന്റെ പണി പാവം. ഭഗവാൻ എന്ത് ചെയ്യും, താനാണെങ്കിൽ എപ്പോഴും അമ്മയുടെ മടിയിലിരിക്കണ ഒരാൾ. അതിൻ്റെ ഇടയിൽ അവരെയൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റുമോ? ഭഗവാനെ കൊണ്ട് എത്ര വിഷമമായിരിക്കണമല്ലേ. അതുകൊണ്ടാണ് അൺസ്മെൽറ്റ് യൂത്തിനെ പറ്റി പറയുമ്പോൾ വിവേകാനന്ദ സ്വാമി പറയുന്നില്ലേ, അനഘ്രാത കുസുമങ്ങളായിരിക്കണം. നമ്മുടെ അടുത്ത് വരുന്നതെല്ലാം അനഘ്രാത കുസുമങ്ങളായിരിക്കണം. ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നും, ഈശ്വര ഞാനൊരു അനഘ്രാത കുസുമമായില്ലല്ലോ, എന്തൊക്കെ ആവശ്യമില്ലാത്ത തലയിൽ നിറച്ചതിന് ശേഷമാണ് വിവേകാനന്ദ ചരണങ്ങളിൽ നമസ്കരിക്കാൻ പഠിച്ചത് എന്ന് തോന്നും. അപ്പോൾ ഈ 5 വയസ്സായ കുട്ടിയെ ഈ 16 വയസ്സ് വ്യത്യാസത്തോടെയുള്ളൊരു ശ്രീരാമകൃഷ്ണൻ കല്യാണം കഴിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. അനഘ്രാത കുസുമമായിരിക്കണം. പിന്നെ തനിക്ക് അതിനെ മോൾഡ് ചെയ്ത് അതിൽ നിന്നൊരു രൂപത്തിനെ വാർത്തെടുക്കേണ്ടതുണ്ട്. അതിനെ മറ്റുള്ളവരെ കൈയൊക്കെ പെട്ടതൊന്നും ശരിയാവില്ല. എന്തൊരു മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ കളി നോക്കൂ. ഇത്രയും ചെറിയൊരു കുട്ടി, നമ്മൾ വിചാരിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചതല്ലേ, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്. ശരി, അങ്ങനെ ദേവി ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ദേവകാര്യ സമുദ്യതയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കണ്ടേ? വളരെ എളുപ്പമാണത്. ഭാരതീയ സംസ്കൃതിയിൽ അതിനത്ര വലിയൊരു ട്രെയിനിങ് കോളേജോ കുറേ ലെക്ചേഴ്സ് കേൾക്കണം, അതിനെ പറ്റിയിട്ട് പ്രസൻറ്റ് ചെയ്യണം, അങ്ങനെയൊന്നും ആവശ്യമില്ല. വളരെ എളുപ്പമാണ്. നിഷ്കളങ്കമായ ഒരു ഹൃദയം വേണമെന്ന് മാത്രമേ ഉള്ളൂ.
നിഷ്കളങ്കമായ ഒരു ഹൃദയമുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള ആ നിഷ്കളങ്കമായ ഹൃദയം കൊണ്ടാണ് ദേവി അമ്മയുടെ അടുത്തെത്തുന്നത്. അപ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടതിന് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ 5 വയസ്സായ കുട്ടിയെ ദക്ഷിണേശ്വരത്തേക്ക് കൊണ്ടുപോകുകയല്ലല്ലോ ചെയ്തത്. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അവളുടെ മനസ്സിൽ ഭഗവാൻ പറയില്ലേ, തേനീച്ച പുഴുവിനെ കൊണ്ടുവന്ന് കൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ തേനീച്ചയെ പറ്റി ചിന്തിച്ച് 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 ആ പുഴു തേനീച്ചയായിട്ട് മാറും എന്ന് പറയണ മാതിരി ഈ തേനീച്ച, ഈ പുഴു 5 വയസ്സായ ഈ മൃദുല ഹൃദയം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ എന്നെ വിവാഹം കഴിച്ചാൽ ഇന്ന ആളാണ്, അദ്ദേഹം കാളിയുടെ ഭക്തരാണ്, അദ്ദേഹം കൽക്കട്ടയിലാണ്, അദ്ദേഹത്തിനെ പറ്റി അത് കേൾക്കണു ഇത് കേൾക്കണു. 24 മണിക്കൂറും ശാരദയുടെ മനസ്സിൽ വാസ്തവത്തിൽ ശ്രീരാമദേവനെ പറ്റി, ശ്രീരാമകൃഷ്ണദേവനെ പറ്റിയിട്ടുള്ള സങ്കല്പങ്ങളെ ഉണ്ടായിരുന്നെടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആ പുഴു ജീവൻ അത് തേനീച്ചയാകേണ്ട പ്രായത്തിലേക്ക് എത്തുമ്പോഴാണ് ഭഗവാൻ അങ്ങോട്ട് വരാനുള്ള അവസരം കൊടുക്കുന്നത്. അങ്ങനെ അവൻ അവിടെ വന്നു, ഭഗവാന്റെ അടുത്തെത്തി. ഇനി എന്താ വേണ്ടത്? ഒരു ദിവസം ഭഗവാന്റെ കാല് തലവിടിക്കൊണ്ടിരിക്കുമ്പോൾ ശാരദാദേവി ചോദിക്കുന്നുണ്ട്, അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ട്രെയിനിങ്ങിന് ഒരു വിദ്യാഭ്യാസ പദ്ധതിയൊന്നും ആവശ്യമില്ല, നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയമേ ആവശ്യമുള്ളൂ. ഭഗവാൻ എങ്ങനെയാണ് എന്നെ കാണുന്നത് എന്നൊരു ചെറിയൊരു ചോദ്യം. ആ ചോദ്യം ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ശിഷ്യൻ ഗുരുവിൽ നിന്ന് അനുഗ്രഹം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ആവശ്യമാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവം പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേത് യശ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്ന. എൻ്റെ മനസ്സിലിപ്പോൾ ഞാനിവിടെ ഒന്ന് കൂടെ താമസിച്ച് തുടങ്ങിയില്ലേ, അങ്ങാണെങ്കിലോ കാളീദേവിയുടെ ഭക്തിയിൽ മുഴുങ്ങി ഇങ്ങനെ ഇരിക്കണു. ഞാനാണെങ്കിൽ അവിടെ അങ്ങയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ആ ബന്ധത്തെ ഒന്ന് സുദൃഢമാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അങ്ങയുടെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട്. എവിടെയോ നമ്മുടെ കണക്ഷൻ കൂടുതൽ നമുക്കൊന്ന് ദൃഢപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു വിചാരം ആ പവിത്ര ചരിതയായ ആ യുവതിയുടെ മനസ്സിൽ തോന്നുകയാണ്. ഭർത്താക്കന്മാരെയും ഭാര്യമാരെയൊക്കെ ഇങ്ങനെ ചുറ്റുപാടൊക്കെ കാണുന്നുണ്ടല്ലോ ധാരാളം. എനിക്കും ഒരു ഭർത്താവുണ്ട്, പക്ഷെ എൻ്റെ ഭർത്താവാണെങ്കിലോ സദാ കാളി ഭക്തിയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായിരിക്കും എൻ്റെ ചുമതല എന്നുള്ള ഭാവത്തിലാണ് അമ്മ ചോദിക്കുന്നത്. എൻ്റെ ഡ്യൂട്ടി എന്താ? എന്നെ അവിടുന്ന് ആരായിട്ടാണ് കാണുന്നത്? തീർച്ചയായിട്ടും മറ്റുള്ള മനുഷ്യർ ഭാര്യമാരെ കാണുന്ന മാതിരിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ ഏതൊരു യുവതിയും യുവാവായ ഒരു ഭർത്താവിൻ്റെ അടുത്ത് വന്ന് ഭാര്യയായിട്ട് താമസിക്കുമ്പോൾ അവർ തമ്മിലുണ്ടാകുന്നതായിട്ടുള്ള ലൗകിക ബന്ധങ്ങളൊന്നും അങ്ങ് ആഗ്രഹിക്കുന്നില്ല. അതെനിക്ക് നല്ലപോലെ മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ബന്ധത്തെ ദൃഢപ്പെടുത്താനായിട്ട് ഈ ചെറിയ ഒരു കാര്യം എന്നെ ഒന്ന് നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരൂ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ ചോദിക്കുന്നത്, അവിടുന്ന് എന്നെ ആരായിട്ടാണ് കാണുന്നത്? ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഭഗവാൻ.
ഭഗവാൻ പറയണു, നന്നായി ശാരദ, നീ ചോദിച്ചത് നന്നായി കേട്ടോ. എന്നുവെച്ചാൽ ഞാനിത് പറയണത് ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കോളൂ. നിന്നോട് വലിയ വലിയ പാഠ്യപദ്ധതിയൊന്നും എനിക്ക് തയ്യാറാക്കി തരാനില്ല എൻ്റെ കയ്യിൽ. പക്ഷെ 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, ആ നഹബത്തിൽ നിൻ്റെ ഒപ്പം താമസിക്കണില്ലേ എൻ്റെ അമ്മ, ആ അമ്മയിൽ നിന്ന് നിനക്ക് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഒരു നല്ല അമ്മയാകേണ്ടത് എങ്ങനെയാണ്, അതായത് മാതൃത്വത്തിൻ്റെ മഹനീയത എന്താണെന്ന് എൻ്റെ അമ്മയിൽ നിന്ന് തന്നെ നീ പഠിക്കണം. ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും അവതാര പുരുഷനായിട്ട് തന്നിരിക്കുന്ന ആ അമ്മയല്ലേ. അപ്പോൾ എത്ര സൗഭാഗ്യങ്ങളുടെ വിളനിലമായിരിക്കും എൻ്റെ അമ്മ. അതുകൊണ്ടാണല്ലോ എനിക്ക് അമ്മയിൽ കൂടി ജന്മമെടുക്കാൻ സാധിച്ചത്. പണ്ട് കവി എഴുതിയിട്ടില്ലേ, ജന്മമുണ്ടിനെ മേലിലുമെങ്കിലും നിന്മടിയിൽ തന്നെ പിറക്കാവൂ. അപ്പോൾ ആ അമ്മയുടെ മകനായിട്ട് ഇതിനെ ജനിച്ചപ്പോൾ എന്നിൽ കാണുന്നതായിട്ടുള്ളതും എന്നിൽ ആവിഷ്കരിച്ചെടുക്കേണ്ടതുമായിട്ടുള്ള ഗുണനിലയങ്ങളുടെ എല്ലാം ശ്രീമൂലസ്ഥാനം എൻ്റെ അമ്മ തന്നെയാണ്. അതുകൊണ്ട് ആ അമ്മയായിരിക്കണം നിൻ്റെ ലൗകിക തലത്തിലുള്ള നിൻ്റെ ആരാധ്യ ദേവത. ആ അമ്മയെ അനുകരിക്കലായിരിക്കണം നിൻ്റെ ചുമതല. രണ്ടാമത് വേറൊരു അമ്മ കൂടി എനിക്കുണ്ട്. എൻ്റെ അവതാര കാര്യം സാധിക്കാനായിട്ട് ഞാൻ ഏതൊരു അമ്മയെയാണോ പരിചരിച്ചു കൊണ്ടിരിക്കുന്നത്, സാക്ഷാൽ പരമേശ്വരി സംസാര ബന്ധങ്ങളിൽ നിന്ന് മനുഷ്യനെ മുക്തനാകാനുള്ള ആ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിണിയായിട്ട് ആ കാളി ദേവിയുണ്ടല്ലോ, ആ അമ്മയായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. ദേവി കുറച്ച് പകച്ചു പോയിട്ടുണ്ടാവും. പാവം വെച്ചാൽ ഒരു ഗ്രാമീണ ബാലികയല്ലേ എന്ന് നമുക്ക് തോന്നാം. ദേവി പരിഭ്രമിച്ചിട്ടുണ്ടാകുന്നൊക്കെയല്ലേ. പക്ഷേ ഒന്നും ഉണ്ടാവില്ല. അമ്മയും ഈ അവതാര കാര്യത്തിന് വന്നേക്കണതല്ലേ. അതുകൊണ്ട് അമ്മയ്ക്ക് അത് വേഗം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആ ശ്രീരാമകൃഷ്ണ മാതൃചരണങ്ങളെ ശുശ്രൂഷിച്ച് ആ അമ്മയിൽ നിന്ന് മാതൃത്വത്തിൻ്റെ ഗുണങ്ങളെയെല്ലാം ആവാഹിച്ചെടുക്കാനായിട്ട് ശാരദാദേവിക്ക് സാധിച്ചു. അപാരമായ സ്നേഹം, ഭേദഭാവനകളില്ലാത്ത സ്നേഹം, അളക്കാൻ കഴിയാത്തതായിട്ടുള്ള ത്യാഗം, തനിക്ക് വേണ്ടി യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ജീവിതം, അതിൻ്റെ കൂടെ ചേർന്ന് വരുന്നതായിട്ടുള്ള സേവനം, സ്നേഹം, ത്യാഗം, സേവനം. ഇത് മൂന്നുമാണ് ഒരു ജീവിതത്തിനെ ധന്യമാക്കുന്നത്. മറ്റുള്ളത് നമ്മുടെ അറിവും അറിവില്ലായ്മയും ഒക്കെ വെറും ചുവപ്പ് കൊട്ടയിൽ എറിയാനുള്ളതാണ്. ഇത് മൂന്നുമാണ് നമ്മൾ നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കേണ്ടതും നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ കൂടി ഉറപ്പിക്കേണ്ടതുമായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട വികാരവിശേഷങ്ങൾ. അത് അമ്മയിൽ നിന്ന് വളരെ വേഗം ശാരദാദേവിക്ക് എടുക്കാൻ സാധിച്ചു. എന്താണെന്ന് വെച്ചാൽ ആ പിഞ്ചു ഹൃദയത്തിൽ
ലൗകികമായിട്ടുള്ള ചിന്തകളൊന്നുമില്ല, കൃത്രിമതകൾ യാതൊന്നുമില്ല. ഒക്കെ കൂടി കുറച്ച് ഒരു മായാബന്ധം വരുന്നത് വീട്ടുകാരോടും അവരോടുള്ള ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു സ്നേഹം. അതിൽ കവിഞ്ഞ യാതൊന്നും അമ്മയ്ക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മ തൃപ്തിയായി ഇത് കേട്ടല്ലോ. അപ്പോൾ ആദ്യം അമ്മ ആദ്യത്തെ ഉപദേശങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ ശ്രീരാമകൃഷ്ണദേവനറിയാം രണ്ടാമത് പറഞ്ഞത് ഇത്ര എളുപ്പമൊന്നല്ല. അത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. അതിനെന്താ ചെയ്യുക? ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ദേവിയെ തന്നെ സാക്ഷാൽ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയായിട്ട് മാറ്റുക. അല്ലാതെ എന്താ ചെയ്യാൻ സാധിക്കുക? അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ പിടിച്ചിരുത്താൻ സാധിക്കുമോ? എന്തൊക്കെ മന്ത്രങ്ങളും ഉപദേശങ്ങളും ഉണ്ടായാലും അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്ന എൻ്റെ തപശ്ചര്യയുടെ ഫലമായിട്ട് ഞാൻ സാക്ഷാത്കരിച്ചെടുത്തിരിക്കുന്നതായിരിക്കുന്ന ആ സത്യത്തെ അമ്മയുടെ ഹൃദയത്തിൽ അങ്ങനെ പ്രതിഷ്ഠിക്കുക. എങ്ങനെയാണോ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നും മറ്റുമുള്ള ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്, അത് യാതൊരു വിഷമതകളും പ്രയത്നങ്ങളും കൂടാതെ അങ്ങനെ ആ അമൃതങ്ങൾ പകർന്നു കൊടുക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന അമൃത ചഷകത്തെ ദേവിയുമായിട്ട് പങ്കിടുക. സാധാരണക്കാർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതല്ലേ അത്. അങ്ങനെയാണ് ആ ഷോഡശി പൂജ. ഷോഡശി പൂജയിൽ സാക്ഷാൽ പരാശക്തിക്ക് ചെയ്യുന്ന മാതിരിയുള്ള 16 ഉപചാരങ്ങളെ കൊണ്ട് ദേവിയെ പതുക്കെ 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 ദേവിയുടെ മാനസിക ഭാവത്തെ ഉയർത്തി 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 സാക്ഷാൽ പരാശക്തി ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ഏതൊരു പരാശക്തിയെയാണോ ഞാൻ ധ്യാനിച്ചിരിക്കുന്നതും പൂജിച്ചു കൊണ്ടിരിക്കുന്നതും ആരാധിച്ചു കൊണ്ടിരിക്കുന്നതും സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നതും ആ സത്യസ്വരൂപിണിയായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത് എന്നുള്ള പരമമായിട്ടുള്ള ആ ബോധ്യത്തോടുകൂടി തൻ്റെ ജപമാലയെ തന്നെ ഊരി ദേവിയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. പക്ഷേ ഇത് പറയുമ്പോൾ നമുക്ക് തന്നെ എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു ഉത്തേജനം ലഭിക്കുന്നു. അപ്പോൾ അമ്മ സമാധിയിൽ പോയതിന് പിന്നെ എന്തെങ്കിലും ഒരു അത്ഭുതമുണ്ടോ? അമ്മ സമാധിയിലേക്ക് പോയി. രണ്ടുപേരും ആ സമാധി സ്ഥലത്തിലിരുന്ന് അവരുടെ ജീവാത്മൈക്യം സ്ഥാപിച്ചു. രണ്ടുപേരും രണ്ടല്ല ഒന്നാണ്. രണ്ടുപേരും വന്നിരിക്കുന്നത് ഒരേ അവതാര കാര്യം നടത്താൻ വേണ്ടിയാണ്. മനുഷ്യരുടെ മുമ്പിൽ രണ്ടാണ് എന്നുണ്ടെങ്കിലും ആത്മീയ തലത്തിൽ നമ്മൾ ഒന്നാണ് എന്നുള്ള അത്യപൂർവമായിരിക്കുന്ന ആ ഭാവത്തിലേക്ക് യാജ്ഞവൽക്യൻ മൈത്രിയോട് പറഞ്ഞ ഉപനിഷത് വാക്യത്തിൽ കൂടി ആത്മാവിൻ്റെ നിലയിൽ നിന്ന് അന്യോന്യം കാണാനും ഐക്യം സ്ഥാപിക്കാനുമുള്ള കഴിവ്. അതുകൊണ്ടാണ് സഹസ്രനാമത്തിൽ ദേവകാര്യ സമുദ്യതയാകാനുള്ള ആ തയ്യാറെടുപ്പ് ചിദഗ്നികുണ്ഡ സംഭൂത. അത് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് കിട്ടുന്ന അറിവല്ല, ഗവേഷണം നടത്തിയിട്ട് കിട്ടുന്ന അറിവല്ല. അത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ചിദഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട് അജ്ഞാനമാകുന്ന അന്ധകാരത്തിനെയെല്ലാം നശിപ്പിക്കുന്നതായിട്ടുള്ള സമയത്ത് അതിൽ നിന്ന് ഉത്ഭൂതമാകുന്നതായിട്ടുള്ള ആ അഗ്നി, ആ അറിവ്, ആ ജ്ഞാനാഗ്നി, ആ ജ്ഞാനാഗ്നിക്ക് മാത്രമേ ജീവിതത്തിലുള്ള സകലതരത്തിലുള്ള കാർപ്പണ്യദോഷങ്ങളെയും നശിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനെ ജ്വലിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ആ ഷോഡശി പൂജ ചെയ്ത് അമ്മയുടെ മനസ്സിൽ എന്നേക്കുമായിട്ട് യാതൊരു വിഷമമില്ലാതെ അമ്മയ്ക്ക് ധ്യാനത്തിലേക്ക് പോകാനും സമാധിയിലേക്ക് പോകാനൊക്കെ സാധിച്ചിരുന്നത്. അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഏത് സമയത്തും ആ ഏകാത്മഭാവത്തിലാണ് അമ്മ തന്നെ കണ്ടിരുന്നത്. ആ സ്ഥിതിയിലേക്ക് അമ്മയെ ഉയർത്താനായിട്ട് ശ്രീരാമകൃഷ്ണദേവന് സാധിച്ചു.
എത്ര നേരം അവരിരുന്നിട്ടുണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. അവിടുന്ന് എന്തായി, ശ്രീരാമകൃഷ്ണൻ്റെ ഭാര്യയായി ദക്ഷിണേശ്വരത്തേക്ക് വന്ന ശാരദാമണി ദിവ്യമാതാവായിട്ടാണ് പിന്നെ ലോകം കാണുന്നത്. തൻ്റെ അവതാര ചുമതലയുടെ ഭാരം അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഭഗവാൻ പിന്നെ പറയുന്നുണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ സമാധി സമയത്ത്, ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന പ്രയത്നങ്ങൾ മുഴുമിപ്പിക്കേണ്ട ചുമതല നിനക്കാണ് എന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, അമ്മയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ദേവകാര്യ സമുദ്യതാഭാവത്തിലേക്ക് ദേവിയെ ഉണർത്തി. അതിൻ്റെ വെറും നൈസർഗികമായിട്ടുള്ള ഒരു മുട്ട വിരിഞ്ഞ് പൂവാകുന്ന മാതിരി ശ്രീരാമകൃഷ്ണദേവൻ്റെ ഭാര്യയായിരുന്ന ശാരദാദേവി ശ്രീമാതാവായിട്ട് വിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. ശ്രീമാതാ, എല്ലാ സ്ത്രീകളും കീർത്തിശ്രീമ എന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ പറയുന്നില്ലേ, ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും. ദേവി മഹാത്മ്യമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, യാ ദേവി സർവഭൂതേഷു, എത്ര 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 ഗുണങ്ങളെയാണ് പറയണതല്ലേ. ആ ഗുണങ്ങളുടെ എല്ലാം വിളനിലമായിട്ട് ആ മനസ്സ് മാറുകയാണ്. അവിടെ വേറെ ഒന്നിനും സ്ഥാനമില്ലാതെ. അതുകൊണ്ട് തന്നെയാണ് അഭേദാനന്ദ സ്വാമികൾ പവിത്രം ചരിതം യസ്യ പവിത്രം ജീവനം തഥാ പവിത്രതാ സ്വരൂപിണ്യേ തസ്യൈ ദേവ്യേ നമോ നമഃ. വേറൊന്നും പറയാൻ പറ്റില്ല. ഞാനപ്പുറം എന്താ പറയുക? പ്രകൃതിം പരമാം, പ്രകൃതിയായിട്ട് ഏകാത്മഭാവത്തിലായി കഴിഞ്ഞു. പ്രകൃതിയുടെ സ്വഭാവം എന്താ? അഭയാം വരദാം. എല്ലാ ദൈവീകമായിട്ടുള്ളതിൽ നമ്മൾ കാണുന്ന എല്ലാ ഗുണഗണങ്ങളും അമ്മയെ തേടി അമ്മയുടെ കൂടെ ഇങ്ങനെ വന്നു. ശ്രീമാതാവായിട്ട് ഉയർന്നു അമ്മ. അത് കഴിഞ്ഞ് രാമകൃഷ്ണ സംഘത്തിൻ്റെ സ്ഥാപനത്തോട് കൂടിയിട്ട് സംഘജനനിയായിട്ട് മാറുന്നു അല്ലേ. ശ്രീമാതാ, അടുത്ത സ്റ്റെപ്പ് പ്രമോഷൻ. ശ്രീ മഹാരാജ്ഞി. രാമകൃഷ്ണ സംഘം വരുമ്പോൾ സംഘജനനിയായിട്ട് അമ്മ മാറുന്നു. ശ്രീമത് സിംഹാസനേശ്വരി. ശ്രീരാമകൃഷ്ണ ശിഷ്യന്മാർ ലോകമെമ്പാടും പോയി ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരകാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ കൂടെ കൂടെ അമ്മയെയും കൊണ്ടുപോയി. അവരും ശ്രീരാമകൃഷ്ണനെ അറിയുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ലോകമെമ്പാടും ശ്രീമത് സിംഹാസനേശ്വരി, ലോകമെമ്പാടും അറിയപ്പെടുന്ന സിംഹാസനേശ്വരിയായിട്ട് അമ്മ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ഒരു ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു ശ്ലോകത്തിൽ കൂടി അതിനെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഒരിക്കൽ എനിക്കൊരു നല്ലൊരു ഉള്ളറിവ് കിട്ടാനായിട്ട് സാധിച്ചു. ആ അറിവ് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്നതെല്ലാം നമുക്ക് ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള, ഭാരതത്തിൽ പിറന്ന ഒരു ഹിന്ദു സ്ത്രീ വെറും ഒരു സ്ത്രീ രൂപമല്ല, അവൾ ദേവകാര്യ സമുദ്രതയാണ്. അവൾക്കൊരു സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. സാക്ഷാൽ പരമേശ്വരി നമുക്ക് ഒരു സ്പെഷ്യൽ ഓർഡർ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാക്കി കളയാനുള്ളതല്ല, മറ്റുള്ളവരെല്ലാം ഇങ്ങനെ വേണമെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ. നിനക്കൊരു പ്രത്യേക ചുമതലയുണ്ട്. നീയെ ഒരു വലിയൊരു സംസ്കാരത്തിന് ആയിരം വർഷങ്ങളായി ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ മാനവ സംസ്കാരത്തിൻ്റെ ധർമ്മസ്ഥാപനത്തിൻ്റെ ഉടമസ്ഥയായിട്ടാണ് ഒരു സ്ത്രീ ജീവിക്കേണ്ടത്.
അങ്ങനെ നീ ജീവിക്കുമ്പോഴാണ് നീ ഇന്നിപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ നമ്മളെ വെറും അമ്മ എന്ന് പോലും വിളിക്കില്ല, ചില നിൽക്കില്ല, അവരുടെ തള്ളയാണെന്ന് പറയും. യാതൊരു തരത്തിലുള്ള ബഹുമാനവുമില്ല കുട്ടികൾക്ക് അമ്മമാരോട്. അവർക്ക് അറിയുന്നില്ല. അവർക്ക് സ്വയം നമ്മൾ ദേവകാര്യ സമിതികളാവാത്ത കാരണം നമ്മുടെ കുട്ടികൾ നമ്മളിൽ കാണുന്നത് വെറും അവരുടെ ലൗകികമായിട്ടുള്ള മാതാവിനെയാണ്. അതിന് വലിയ അർത്ഥവും ഒന്നുമില്ല, അതിലൊരു സംശുദ്ധിയും അവർ കാണുന്നില്ല. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ വെറും ലൗകികതയല്ലാതെ അലൗകികമായ സ്ത്രീത്വങ്ങളൊന്നും അവരതിന് കാണുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബത്തിനെ നമ്മളെ രക്ഷിച്ച് മൃതമായിക്കൊണ്ടിരിക്കുന്ന ആ കുടുംബങ്ങളെ അമൃതത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അമ്മമാർ ശ്രീമാതാക്കളായിട്ട് മാറണം. അവരിലുള്ള ആ സ്ത്രീത്വത്തിനെ അവർ സ്വയം കണ്ടെത്തണം. നിഷ്ഠയോടുകൂടിയൊരു ജീവിതം, അതെല്ലാം നമുക്ക് നമ്മുടെ ഹിന്ദുധർമ്മം പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ദൈവകാര്യങ്ങളെ ചിന്തിച്ച്, വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ടല്ലോ അല്ലേ, ഓരോ ആത്മാവിലും ദിവ്യത്വം നിലീനമായിട്ടുണ്ട്. ആ ദിവ്യത്വത്തിൻ്റെ ബഹിരാവിഷ്കരിക്കലായിരിക്കണം ജീവിത ലക്ഷ്യം. കർമ്മയോഗത്തിൽ കൂടിയോ രാജയോഗത്തിൽ കൂടിയോ ഭക്തിയോഗത്തിൽ കൂടിയോ ജ്ഞാനയോഗത്തിൽ കൂടിയോ ഒന്നോ അതിലധികമോ എല്ലാമോ സ്വീകരിച്ചുകൊണ്ട് നമുക്കത് സാധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് സ്വാതന്ത്ര്യം. മോക്ഷം എന്ന് പറയുന്നത് അതാണ് മോക്ഷം. ഈ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഈ ജീവിതത്തിൻ്റെ കെട്ടുപാടുകൾക്കുള്ളിൽ പെടാതെ ഈ ജീവിതത്തിൽ നിന്നും അതിൻ്റെ സത്തിനെ എടുത്ത് അതിനെ ഉപാധിയാക്കിയിട്ട് തങ്ങളുടെ ജീവിതത്തിനെ വളർത്തി വികസിപ്പിച്ച് ഈശ്വരോന്മുഖമാക്കി. ഈശ്വരോന്മുഖം എന്ന് പറയുമ്പോൾ ഒരു രാമകൃഷ്ണ ഗോവിന്ദ എന്നുള്ളതല്ല, സത്യത്തിനോട് ഏകമായിരിക്കുന്ന, ഏകവും അദ്വിതീയവും അദ്വയവുമായിരിക്കുന്ന ആ സത്യത്തിനോട് ചേർത്ത് വയ്ക്കൽ, അതിലേക്കുള്ള ഒരു പ്രയാണമായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അതിനുള്ള ഒരു ഉത്തേജനം ആണ് ഈ ജന്മദിനാഘോഷങ്ങളിൽ കൂടി നമ്മൾ നേടിയെടുക്കേണ്ടത്. കുറച്ച് ഭജന ചൊല്ലി ഒരു ആരതി കഴിച്ചു, നല്ല ഒരു സദ്യ ഉണ്ട്, ദേവിയുടെ ജന്മദിനാഘോഷം നടത്തിക്കൊണ്ടുപോവുക. എത്ര വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, 172 എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങളായില്ലേ. എന്നിട്ടും ഹിന്ദു സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള ആത്മീയ ബോധവും കൈവരുന്നില്ല എന്നതാണ് വലിയ ഒരു പ്രശ്നം. ആ പ്രശ്നത്തിനെ പരിഹരിക്കാനാണ് ഇവരുടെയൊക്കെ ജന്മം. അപ്പോൾ ഒരു സാധാരണ സ്ത്രീയിൽ മാതൃത്വത്തിൻ്റെ ശക്തിയെ ഉണർത്തി ആ മാതൃശക്തി ഒരു ദൈവീക ശക്തിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ആ ദൈവീക ശക്തിയെ പ്രപഞ്ചശക്തിയുമാക്കിയിട്ട് ഇണക്കിച്ചേർക്കുക. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ നടന്നത്. പ്രാപഞ്ചിക തലത്തിൽ നിലനിന്ന് വരേണ്ടതായ ധർമ്മസ്ഥാപനത്തിന് കരുത്തേൽക്കുന്ന ഒരു സ്ത്രീ ജീവിതമാക്കി അമ്മയുടെ ജീവിതത്തിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് എന്ത് വിദ്യാഭ്യാസമാണ് ഉണ്ടായിരുന്നത്? നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു? S2+O H2O അതാണ് ഗംഗയിലെ വെള്ളമെന്ന് അമ്മ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ? പക്ഷേ
എല്ലാ അറിവുകളും തന്നിലേക്ക് ഒഴുകി 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 എത്തും. പ്രായോഗിക ജീവിതത്തിനെ പരിശുദ്ധമാക്കാനുള്ള അറിവുകൾ, ഭേദഭാവങ്ങളെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റാനായിട്ടുള്ള ഏകത്വ ഭാവന, ഞാൻ എൻ്റെ എനിക്ക് എന്നുള്ളതിനെ പരിപൂർണമായിട്ടും ഒഴിവാക്കാനായിട്ടുള്ള ത്യാഗഭാവം, വസുദൈവ കുടുംബകം എന്ന ആ മഹത്തായ ഭാവനയുടെ അർത്ഥവ്യാപ്തിയെ കണ്ടറിഞ്ഞ് അതിനെ സ്വന്തമാക്കാനായിട്ടുള്ള ആർജവം, ഇതെല്ലാം ചേർന്നതായിരുന്നു ആ മനോഹരമായ സ്ത്രീരൂപം. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ, സാരി ഇങ്ങനെ ഇട്ട് തലമുടിയിട്ട് കണ്ണടച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ അമ്മയുടെ ഉള്ളിൽ എന്തെല്ലാം എന്തെല്ലാം എത്ര 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 പ്രാപഞ്ചിക ശക്തികളുടെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് എന്നത്. ഭാര്യാഭർത്തൃബന്ധത്തിന് അതുല്യമായിരിക്കുന്ന ഒരു നിലവാരം, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതായിട്ടുള്ള അർത്ഥവ്യാപ്തിയാണ് ശ്രീരാമകൃഷ്ണ ശ്രീശാരദാ ബന്ധത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. മാതൃഭാവത്തിന് അതേമാതിരി തന്നെ അഗാധ തലത്തിലുള്ള മാതൃഭാവം എന്ന് പറയുന്നത് ഒരു സത്യസാക്ഷാത്കാരമാണ്. വാസ്തവത്തിൽ നല്ല ഒരമ്മയ്ക്ക് വേറെ ഒന്നും നേടിയെടുക്കേണ്ടതായിട്ടില്ല. ഞാൻ എപ്പോഴും എൻ്റെ പ്രഭാഷണങ്ങളിൽ എവിടുന്നോ കയ്യിലെത്തിയ ചില വരികൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. മകൻ്റെ നന്മയ്ക്ക് എപ്പോഴും ഏകാഗ്രദൃഢചിത്തയായി യജ്ഞം ശ്രേഷ്ഠമനുഷ്ഠിപ്പൂ ജനനീ കർമ്മയോഗിനി. താനും മകനും ഒന്നായി തന്നെയാണ് അവൾ കാണുന്നത്. അദ്വൈതത്തിൻ മഹാതത്വം ആദ്യം ബോധിച്ചതമ്മയാണ്. അദ്വൈതം 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 എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രഭാഷണങ്ങളും സെമിനാറുകളും കോൺഫറൻസുകളും ഒക്കെ നടത്തുന്നുണ്ട് ആൾക്കാർ. അവർക്കാർക്കും അദ്വൈതം പ്രാക്ടീസ് ചെയ്യിക്കാൻ അറിയില്ല. അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എവിടെയെന്നുള്ള ആ ഒരു പ്രായോഗിക സനാതന ധർമ്മക്കളരിയാണ് മാതൃഹൃദയം. ആ ഹൃദയം നമുക്കൊന്ന് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ ആ അദ്വൈതമാകുന്ന ആ ഏകത്വഭാവനയെ, ഏകാത്മഭാവനയെ വളർത്തിയെടുക്കാൻ അത് മാത്രം മതി. വേറെ ഒന്നും പരിശീലിക്കേണ്ടതില്ല. മറ്റതെല്ലാം തന്നെ തന്നെ അതിലേക്ക് ഇങ്ങനെ വന്നു ചേരും. വിരിയുന്ന പൂവിലേക്ക് പ്രാണികൾ വന്നെത്തുന്നത് മാതിരി നിറഞ്ഞു വികസിച്ചിരിക്കുന്ന ഒരു മാതൃഹൃദയത്തെ തേടി, എന്ന് വെച്ചാൽ ലോകത്തിൽ ആരുടെ കയ്യിലും കിട്ടാത്തതാണത്. മറ്റുള്ളവർക്ക് നമുക്ക് എവിടെന്നെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ബസാറിലും സൂപ്പർ ബസാറിലും മാളിലും ഒക്കെ പോയിട്ട് നമുക്ക് പലതും വാങ്ങിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നമ്മളെ സ്വയം നശിപ്പിക്കുന്നതായിട്ടുള്ള അമൃതമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളെ നമുക്ക് കിട്ടും. പക്ഷേ ഈ അമൃതത്വത്തിനെ, മാതൃത്വത്തിൽ അടങ്ങിയിരിക്കുന്ന അമൃതത്വത്തിൻ്റെ ആ കണികകൾ അത് വേറെ എവിടെയും കിട്ടില്ല. അത് മനസ്സിലാക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം, നമ്മളും പഠിക്കണം. നമ്മുടെ ഉള്ളിൽ നമ്മളതിനെ ഊറ്റി 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 എടുക്കണം. അതിനുള്ള